എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്റ്റിച്ചിങ് ക്ലാസ് 5 ആണ്, സിമ്പിൾ ഫ്രോക്ക്. അതിന് മുൻപായിട്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോഗിൻ്റെ ലിങ്കും കൂടി ഉണ്ട്. ഇതുവരെയുള്ള ക്ലാസ് എന്നാണ് സ്റ്റിച്ചിങ് ക്ലാസ് 2ഉം 3ഉം നമ്മൾ മെഷർമെൻറ്റ് ചാർട്ട് വെച്ചാണ് കട്ടിങ് സ്റ്റിച്ചിങ് ചെയ്തത്. സ്റ്റിച്ചിങ് ക്ലാസ് 4 നമ്മൾ ചെറിയൊരു ഇക്വേഷൻ വഴിയാണ്. ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളുടെ ഒക്കെ അളവ് ഏകദേശം ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അതിൽ ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നെക്കിന് വിഡ്ത്ത് കുറവായിരിക്കും. അപ്പം നമ്മൾ കുറച്ചുകൂടി ഒന്നെങ്കിൽ നെക്ക് വൈഡ് എടുത്ത് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ സിബോ അല്ലെങ്കിൽ ഹുക്കോ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് 5ലേക്ക് കിടക്കാം. സിമ്പിൾ ഫ്രോക്ക്. ഇതിന് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് 23 ഇഞ്ച്, ചെസ്റ്റ് 20 ഇഞ്ച്, വേസ്റ്റ് ലെങ്ത് 8 ഇഞ്ച്, നിപ്പിൾ ഡിസ്റ്റൻസ് 4.25 ഇഞ്ച്. 0 to 1 കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് പ്ലസ് 3/4. ചെസ്റ്റ് നമുക്ക് 20 കിട്ടി, അതിൻ്റെ കൂടെ 3 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തു, അപ്പൊ 23 കിട്ടി. 23/4 5.25 കിട്ടി. അതിൻ്റെ കൂടെ നമുക്ക് 1 അല്ലെങ്കിൽ 1.5 ഇഞ്ചോ നമുക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് ആഡ് ചെയ്തേക്കണേ, അപ്പൊ 6.25 കിട്ടി. 0.3 നിന്നില് വേസ്റ്റ് ലെങ്ത് പ്ലസ് 1/2 ഇഞ്ച്. വേസ്റ്റ് ലെങ്ത് 8 ആണ്, 8-നൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അടുത്ത് 0.4, ഇതാണ് 0.4. വേസ്റ്റ് ലെങ്ത് /2. വേസ്റ്റ് ലെങ്ത് 8 ആണ്, അത് /2 ചെയ്തു, അപ്പൊ എനിക്ക് 4 ഇഞ്ച് കിട്ടി. അടുത്തത് 4.5 കണ്ടുപിടിക്കുന്നില്ലേ, നിപ്പിൾ ഡിസ്റ്റൻസ് 4.25, അത് /2 ചെയ്യാം, അപ്പൊ എനിക്ക് 2.1 കിട്ടി. ഇത് 5.6 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. 2.7 1/2 ഇഞ്ച് ഷേപ്പിന് കൊടുത്തു. പിന്നെ ശ്രദ്ധിക്കാൻ വെച്ചാൽ ഞാൻ ബാക്കില് ചെറിയൊരു വള്ളി കെട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് കൂടുതൽ അളവുകൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണില്ല. അടുത്ത സ്കേർട്ടാണ്. 0.1 സ്കേർട്ട് ലെങ്ത്, അത് ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ലെങ്ത് എടുക്കാം. ഫുൾ ലെങ്ത് 23, അതിൽ നിന്ന് 8 ഇഞ്ച് കുറച്ചു, അപ്പൊ എനിക്ക് 15 കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തു. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് മുകളിൽ ടോപ്പായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്, 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് 16.5 ഇഞ്ച് കിട്ടി. അടുത്ത് 0.3 സ്കേർട്ട് വിഡ്ത്ത് ആണ്. ഒന്നെങ്കിൽ നമുക്ക് പെറ്റിക്കോട്ടിന്റെ ഇത് ചെയ്ത പോലെ തന്നെ നമുക്ക് ബോഡി എന്നുള്ള 0.1 എത്രയാണോ അതിന്റെ 2 ഇരട്ടി എടുക്കാം. 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് 0.1 ബോഡിയിലെ 0.1 എത്രയാണോ അതിന്റെ 2 ഇരട്ടി ചെയ്തു. അപ്പൊ 6.25 0 to 1 കിട്ടിയിരുന്നത്. അതിന്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 13.5 കിട്ടി. ഇത്രയാണ് സിമ്പിൾ ഫ്രോക്കിന്റെ കാൽക്കുലേഷൻ. നമുക്ക് അതിന്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. ഇതുവരെയുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ ലൈക്ക് ചെയ്യുക.